നമസ്കാരം, എല്ലാവർക്കും മൈ നോട്ട് ബുക്കിലേക്ക് സ്വാഗതം. നിങ്ങൾ ചോദിച്ച ഒരു സിലബസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഓഗസ്റ്റ് 4-ാം തീയതി നടക്കാൻ പോകുന്ന പരീക്ഷ ഇൻസ്ട്രക്ടർ ബുക്ക് ബൈൻഡിങ്, സോഷ്യൽ ജസ്റ്റിസ്, ബൈൻഡർ ഗ്രേഡ് 2 ഇൻ ദ സെക്രട്ടേറിയറ്റ്, PSC എക്സെട്ര, ബൈൻഡർ ഇൻ വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ അതിൻ്റെ സിലബസ് ആണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം തന്നെ പൊതുവിജ്ഞാനത്തിൽ തന്നെ വരുന്ന ടോപ്പിക്കുകളാണ് ചരിത്രം, ഭൂമിശാസ്ത്രം, ധനതത്വശാസ്ത്രം, ഇന്ത്യൻ ഭരണഘടന, കേരളം, ഭരണവും ഭരണ സംവിധാനങ്ങളും, ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും, ഭൗതികശാസ്ത്രം, രസതന്ത്രം, കലാ, കായികം, സാഹിത്യം, കമ്പ്യൂട്ടർ, അടിസ്ഥാന വിവരങ്ങൾ. അങ്ങനെ പൊതുവിജ്ഞാനത്തിൽ ഈ 10 ടോപ്പിക്കുകൾക്ക് 2 മാർക്ക് വീതമാണ് വരുന്നത്. അങ്ങനെ 20 മാർക്കാണ് ഈ ഒരു പൊതുവിജ്ഞാനം GK വരുന്നത്. ഇനി ബുക്ക് ബൈൻഡിങ്, അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട സിലബസ് എന്ന് പറയുന്നത്. ബുക്ക് ബൈൻഡിങ്ങിൽ വരുന്നത് എത്രയാണ്? 80 മാർക്കാണ്. അപ്പം അങ്ങനെ 20 + 80 ടോട്ടൽ 100 മാർക്കാണ് വരുന്നത്. ഇനി പൊതുവിജ്ഞാനത്തിലാണെങ്കിൽ ചരിത്രം പറയുകയാണെങ്കിൽ കേരളം, അതുപോലെ തന്നെ ഇന്ത്യ, ലോകം, ഭൂമിശാസ്ത്രത്തിൽ ഭൂമിശാസ്ത്രത്തിൻ്റെ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ ആദ്യം പറയും. പിന്നെ കേരളം, ധനതത്വശാസ്ത്രം, ഇന്ത്യൻ ഭരണഘടന, കേരളം, ഭരണവും ഭരണ സംവിധാനങ്ങളും, ഇതിൻ്റെ എല്ലാത്തിനും ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ ബുക്ക് ബൈൻഡിങ്ങിൻ്റെ മെയിൻ ടോപ്പിക്കിലേക്ക് പോയിട്ട് തിരിച്ച് GKയുടെ ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യാം. കാരണം ഈ GK ടോപ്പിക്സ് എല്ലാ എക്സാമുകൾക്കും തന്നെ കോമൺ ആയിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ 80 മാർക്ക് വരുന്നത് ബുക്ക് ബൈൻഡിങ്ങിലാണ്. അതിൽ ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആദ്യത്തെ ടോപ്പിക്ക് ഇൻട്രൊഡക്ഷൻ ടു ബൈൻഡിങ്. ബൈൻഡിങ്, അതിൻ്റെ നിർവചനം, ആമുഖം, ചരിത്രം, ക്ലാസിഫിക്കേഷൻ, സ്റ്റൈൽ, ഫോർവേഡിംഗ്, ലെറ്റർ പ്രസ്, സ്റ്റേഷനറി, വിവിധതരം പേപ്പറുകളും അവയുടെ അളവുകളും, GSM കണക്കാക്കൽ, ബൈൻഡിങ് മെറ്റീരിയൽസ് കണക്കാക്കൽ, ബൈൻഡിങ്ങിന് അനുയോജ്യമായ അല്ലെങ്കിൽ ആവശ്യമായ സാധന സാമഗ്രികൾ, വിവിധതരം ബൈൻഡിങ്ങുകൾ, അക്കൗണ്ട് ബുക്ക്, മെക്കാനിക്കൽ ബൈൻഡിങ്, റീബൈൻഡിങ്, ലൂസ് ലീഫ് ബൈൻഡിങ്, കേസ് ബൈൻഡിങ്, അത്രയാണ്. ഇനി യൂണിറ്റ് 2 സ്യൂവിങ് ആൻഡ് ബൈൻഡിങ് ഓപ്പറേഷൻ. വിവിധതരം തയ്യലുകൾ, തയ്യൽ കഴിഞ്ഞ ബുക്ക് കവറിങ്ങിന് വേണ്ടി തയ്യാറാക്കൽ, ഫോർവേഡിംഗ് ഓപ്പറേഷനുകൾ, ഫോൾഡിംഗ്, ഗ്യാതറിംഗ്, കൊളേറ്റിംഗ്, ബ്ലോക്ക് ബൈൻഡിംഗ്, വയർ സ്റ്റിച്ചിങ്, ഫിനിഷിംഗ് ഓപ്പറേഷൻ, ഫിനിഷിംഗ് ടൂൾസ്, മെറ്റീരിയൽസ്, വിവിധതരം പശ തയ്യാറാക്കൽ, ലാമിനേഷൻ, ഫോയിലിംഗ്, അരിക് അലങ്കരിക്കൽ, കവറിംഗ് മെറ്റീരിയൽ, ഫിനിഷിംഗ് ഉപകരണങ്ങൾ, വാർണിഷിംഗ്. യൂണിറ്റ് 3 വരുന്നത് അഡ്വാൻസ്ഡ് ബൈൻഡറി ഓപ്പറേഷൻ. വിവിധതരം ബൈൻഡിംഗ് മെഷീനുകളും പ്രവർത്തനവും, കട്ടിംഗ് മെഷീൻ, പ്രോഗ്രാമബിൾ കട്ടിംഗ് മെഷീൻ, ഫോൾഡിംഗ് മെഷീൻ, ബണ്ടിലിംഗ് മെഷീൻ, ഗ്യാതറിംഗ് മെഷീൻ, വയർ സ്റ്റിച്ചിംഗ് മെഷീൻ, പെർഫെക്റ്റ് ബൈൻഡിംഗ് മെഷീൻ, കേസ് മേക്കിംഗ് മെഷീൻ, ഫ്ലോ ലൈൻ മെഷീൻ, പാക്കേജിംഗ് നിർവചനം, പാക്കേജിംഗ് മെറ്റീരിയൽസ്. ഇനി അടുത്തത് പാക്കേജിംഗ് ആണ്, യൂണിറ്റ് 4. പാക്കേജിങ്ങിൻ്റെ വിവിധ പ്രവർത്തനങ്ങൾ, പാക്കേജിംഗ് മെറ്റീരിയൽസ്, പേപ്പർ, ബോർഡ്, ഗ്ലാസ്, ലോഹങ്ങൾ, പ്ലാസ്റ്റിക്, തടി, ടെക്സ്റ്റൈൽസ്, പ്ലാസ്റ്റിക് അധിഷ്ഠിത പാക്കേജിംഗ് വസ്തുക്കൾ, ഫ്ലെക്സിബിൾ, റിജിഡ് പാക്കേജിംഗ്, സ്പെഷ്യാലിറ്റി പാക്കേജിംഗ്, പഠനം, പ്ലാസ്റ്റിക് കൊറുഗേറ്റഡ് ബോക്സസ്, പാക്കേജിംഗ് ടെസ്റ്റ്, പാക്കേജിംഗ് റൂൾസ് ആൻഡ് റെഗുലേഷൻ, റിജിഡ് ബോക്സസ്, കാർട്ടൺ മേക്കിംഗ്, കാർട്ടൺ ബോക്സുകളെക്കുറിച്ചുള്ള പഠനം, കൺവേർട്ടിംഗ് പ്രോസസ്, കാർട്ടൺ, ഡൈ നിർമ്മാണം ഉൾപ്പെടുന്ന പ്രവർത്തനങ്ങൾ, അതുപോലെ ഡൈ നിർമ്മാണത്തിൽ വരുന്ന പ്രവർത്തനങ്ങൾ, കാർട്ടൺ ഡിസൈനിങ് സീക്വൻസ്, ആമുഖ തത്വങ്ങൾ, ഡൈ കട്ടിംഗ്, മേക്കിംഗ്, ക്രീസിംഗ്, ഗ്ലൂയിങ്. അപ്പോൾ ഇത്രയാണ് ഈ ബൈൻഡിങ്ങിന് വരുന്ന ഒരു 4 യൂണിറ്റ് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. നമുക്ക് സൈബർ സെക്യൂരിറ്റിയുടെ ടോപ്പിക്ക് പറയുവാണ്. കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ 2 മാർക്കാണ്. ഇതിൽ ഹാർഡ്വെയർ, ഇൻപുട്ട് ഡിവൈസസ്, ഔട്ട്പുട്ട് ഡിവൈസസ്, മെമ്മറി ഡിവൈസസ്, സോഫ്റ്റ്വെയർ, ക്ലാസിഫിക്കേഷൻ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, പോപ്പുലർ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ പാക്കേജസ്, ബേസിക്സ് ഓഫ് പ്രോഗ്രാമിംഗ്, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്, ഇന്റർനെറ്റ്, സൈബർ ക്രൈംസ് ആൻഡ് സൈബർ ലോ. ഇത്രയും പോർഷന് 2 മാർക്കാണ് വരുന്നത്. ഇനി കറണ്ട് അഫയേഴ്സ്, ഈ പറഞ്ഞ എല്ലാത്തിലും തന്നെ കറണ്ട് അഫയേഴ്സ് വരുന്നതാണ്. ഇപ്പം ഒരു കലാ, കായികം, സാഹിത്യം, സംസ്കാരം, ഈ ഒരു പോർഷനിൽ കറണ്ട് അഫയേഴ്സ് കൂടുതലും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിൽ 2 മാർക്കാണ് ചോദിക്കുന്നത്. അതിൽ കല എന്ന് പറയുമ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട ദൃശ്യ ശ്രാവ്യ കലകൾ, അതുകൊണ്ടുള്ള പല കലകളുടെയും പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ, സ്ഥാപനങ്ങൾ, വ്യക്തികൾ, കലാകാരന്മാർ, എഴുത്തുകാർ. കായികമാണെങ്കിലും ഒരുപോലെ തന്നെ, അതുപോലെ പലതരത്തിലുള്ള കായിക അവാർഡുകൾ, പ്രധാന ട്രോഫികൾ, കായിക ഇനങ്ങൾ, കളികളുമായി പ്രധാനപ്പെട്ട് പറയുന്ന ചില ടേംസ് ഉണ്ട്, അല്ലെങ്കിൽ പ്രധാന പദങ്ങൾ, ഒളിമ്പിക്സ്, അതിൻ്റെ തന്നെ ഒളിമ്പിക്സിനെ പറ്റി തന്നെയുള്ള കാര്യങ്ങൾ, അടിസ്ഥാന വിവരങ്ങൾ, പ്രധാന വേദികൾ, പ്രശസ്തമായ വിജയങ്ങൾ, ഇന്ത്യയുടെ പ്രധാനപ്പെട്ട പ്രകടനങ്ങൾ, ഒളിമ്പിക്സിലെ ശ്രദ്ധേയമായ പ്രകടനങ്ങൾ, വിന്റർ ഒളിമ്പിക്സ്, പാരാ ഒളിമ്പിക്സ്.
പിന്നെ ഏഷ്യൻ ഗെയിംസ്, ആഫ്രോ ഏഷ്യൻ ഗെയിംസ്, കോമൺവെൽത്ത് ഗെയിംസ്, സാഫ് ഗെയിംസ് എന്നിവയുടെയൊക്കെ വേദികൾ, രാജ്യങ്ങൾ, ഇന്ത്യയുടെ ശ്രദ്ധേയമായ പ്രകടനം, ഇതെല്ലാം കോമൺ ആയിട്ട് വരുന്നു. പിന്നെ നാഷണൽ ഗെയിംസ്, ദേശീയ ഗെയിംസ്, ഗെയിംസ് ഇനങ്ങൾ, മത്സരങ്ങൾ, താരങ്ങൾ, നേട്ടങ്ങൾ, ഓരോ രാജ്യത്തിൻ്റെയും ദേശീയ കായിക ഇനങ്ങൾ. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ നമ്മൾ കല പറഞ്ഞു, കായികം, സാഹിത്യം, സംസ്കാരം. ഇനി രസതന്ത്രം, പിന്നെ അത് സയൻസിൻ്റെ നമ്മൾ GK വരുന്നതിൽ മറ്റൊരു ടോപ്പിക്കാണ് രസതന്ത്രം എന്ന് പറയുന്നത്, 2 മാർക്ക്. അതിൽ ആറ്റം, തന്മാത്ര, ദ്രവ്യത്തിൻ്റെ വിവിധ അവസ്ഥകൾ, രൂപാന്തരത്വം, വാതക നിയമങ്ങൾ, അക്വാറീജിയ, മൂലകങ്ങൾ, ആവർത്തന പട്ടിക, ലോഹങ്ങളും അലോഹങ്ങളും, രാസഭൗതിക മാറ്റങ്ങൾ. ഇപ്പോൾ ഇതിൽ അലോഹങ്ങൾ, ലോഹസങ്കരങ്ങൾ ഇതൊക്കെ പറയുന്നു. അതുപോലെ ഭൗതിക ശാസ്ത്രത്തിന് 2 മാർക്ക്. അതുപോലെ തന്നെ രസതന്ത്രത്തിന് 2 മാർക്ക്. ഭൗതിക ശാസ്ത്രം എന്ന് പറയുമ്പോൾ അതിലെ പ്രധാനപ്പെട്ട ശാഖകൾ ദ്രവ്യം, യൂണിറ്റ്, അളവും തോതും, പിന്നെ ചലനം, പ്രകാശം, ശബ്ദം, ഇതെല്ലാം നമുക്ക് SCERTയിൽ ഓരോരോ ചാപ്റ്ററുകൾ പഠിക്കാനുണ്ട്. ബലം, ഗുരുത്വാകർഷണം, താപം, പ്രവൃത്തി, ഊർജം, പവർ. അപ്പോൾ ഇതെല്ലാം എന്താണ്, ഭൗതിക ശാസ്ത്രം. ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് 2 മാർക്ക് വരുന്നത്. ജീവശാസ്ത്രവും പൊതുജന ആരോഗ്യവും 2 മാർക്ക്. മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ്, ജീവകങ്ങളും ധാതുക്കളും അവയുടെ അപര്യാപ്തത, രോഗങ്ങളും സാംക്രമിക രോഗങ്ങളും രോഗകാരികളും, കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, ജീവിതശൈലി രോഗങ്ങൾ, അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം, പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും. ഇനി അടുത്ത ഒരു കാര്യം വരുന്നത് പൊതുവിജ്ഞാനത്തിൽ ചരിത്രം 2 മാർക്കാണ്. അതിൽ കേരളം, ഇന്ത്യ, ലോകം എന്നിവ പഠിക്കാനുണ്ട്. അപ്പോൾ ഈ പ്രധാനപ്പെട്ട ഇപ്പോൾ ലോകമാണെങ്കിൽ ഇംഗ്ലണ്ടിലെ തായ വിപ്ലവം, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, ഫ്രഞ്ച്, റഷ്യൻ, ചൈനീസ് വിപ്ലവങ്ങൾ, 2ാം ലോക മഹായുദ്ധാനന്തരമുള്ള രാഷ്ട്രീയ ചരിത്രം, ഐക്യരാഷ്ട്ര സംഘടന, മറ്റ് അന്താരാഷ്ട്ര സംഘടനകൾ. ഇനി ഇന്ത്യയുടെ കാര്യമാണെങ്കിൽ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രം, ബ്രിട്ടീഷ് ആധിപത്യം, 1ാം സ്വാതന്ത്ര്യ സമരം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണം, സ്വദേശി പ്രസ്ഥാനം, സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ. ഈ പറയുന്ന എല്ലാം തന്നെ ഏതൊരു കോമൺ PSC എക്സാമിന് വരുന്ന റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾ കേൾക്കുന്ന കാര്യങ്ങളാണ്. വർത്തമാന പത്രങ്ങൾ, സ്വാതന്ത്ര്യ സമര ചരിത്രകാലത്തെ സാഹിത്യവും കലയും, സ്വാതന്ത്ര്യ സമരവും മഹാത്മാഗാന്ധിയും, ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടം, സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന, ശാസ്ത്ര വിദ്യാഭ്യാസ സാങ്കേതിക മേഖലയിലെ പുരോഗതി, വിദേശ നയം. ഇനി കേരളമാണെങ്കിൽ യൂറോപ്യന്മാരുടെ വരവ്, യൂറോപ്യന്മാരുടെ സംഭാവന, മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീ ചിത്ര തിരുനാൾ വരെ തിരുവിതാംകൂറിൻ്റെ ചരിത്രം, സാമൂഹ്യ മത നവോത്ഥാന പ്രസ്ഥാനങ്ങൾ, കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ, കേരള ചരിത്രത്തിൻ്റെ സാഹിത്യ സ്രോതസ്സുകൾ, ഐക്യ കേരള പ്രസ്ഥാനം, 1956 ശേഷമുള്ള കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രം. അങ്ങനെ പൊതുവിജ്ഞാനത്തിൽ ആ ഒരു പോർഷൻ, ആദ്യത്തേത് ചരിത്രം എന്ന പോർഷനിൽ കേരളം, ഇന്ത്യ, ലോകം. പിന്നെ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് ഭൂമിശാസ്ത്രം, 2 മാർക്ക്. അതിൽ ഭൂമിശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ, കോമൺ ആയിട്ടുള്ള ജോഗ്രഫി കാര്യങ്ങളുണ്ട്. ഭൂമിയുടെ ഘടന, അന്തരീക്ഷം, പാറകൾ, ഭൗമോപരിതലം, അന്തരീക്ഷ മർദ്ദവും കാറ്റും, താപനിലയും ഋതുക്കളും, ആഗോള പ്രശ്നങ്ങൾ, ആഗോള താപനം, വിവിധ തരം മലിനീകരണങ്ങൾ, മാപ്പുകൾ, ടോപ്പോഗ്രഫിക് മാപ്പുകൾ, അടയാളങ്ങൾ, വിദൂര സംവേദനം, ഭൂമിശാസ്ത്രപരമായ വിവര സംവിധാനം, മഹാസമുദ്രങ്ങൾ, സമുദ്രചലനങ്ങൾ, ഭൂഖണ്ഡങ്ങൾ, ലോകരാഷ്ട്രങ്ങളും അവയുടെ സവിശേഷതകളും. അടുത്ത ഇന്ത്യ ആണെങ്കിൽ ഭൂപ്രകൃതി, സംസ്ഥാനങ്ങൾ, അവയുടെ സവിശേഷതകൾ, ഉത്തരപർവ്വത മേഖല, നദികൾ, ഉത്തരമഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, തീരദേശം, കാലാവസ്ഥ, സ്വാഭാവിക സസ്യപ്രകൃതി, കൃഷി, ധാതുക്കളും വ്യവസായവും, ഊർജ്ജ സ്രോതസ്സുകൾ, റോഡ്, ജല, റെയിൽ, വ്യോമ ഗതാഗത സംവിധാനങ്ങൾ. കേരളത്തെ പറ്റിയാണെങ്കിൽ ഭൂപ്രകൃതി, ജില്ലകൾ, സവിശേഷതകൾ, നദികൾ, കാലാവസ്ഥ, സ്വാഭാവിക സസ്യപ്രകൃതി, വന്യജീവി, കൃഷിയും ഗവേഷണ സ്ഥാപനങ്ങളും, ധാതുക്കളും വ്യവസായവും, ഊർജ്ജ സ്രോതസ്സുകൾ, റോഡ്, ജല, റെയിൽ, വ്യോമ ഗതാഗത സംവിധാനങ്ങൾ. ഇനി ധനതത്വശാസ്ത്രം 2 മാർക്ക്. ഇന്ത്യ സാമ്പത്തിക രംഗം, പഞ്ചവത്സര പദ്ധതികൾ, പ്ലാനിംഗ് കമ്മീഷൻ, നീതി ആയോഗ്, നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ, ധനകാര്യ സ്ഥാപനങ്ങൾ, കാർഷിക വിളകൾ, ധാതുക്കൾ, ഹരിത വിപ്ലവം. ഇന്ത്യൻ ഭരണഘടനയാണ് അടുത്തൊരു ടോപ്പിക്ക് വരുന്നത്. ഭരണഘടനയുടെ നിർമ്മാണ സമിതി, ആമുഖം, പൗരത്വം, മൗലിക അവകാശങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ, മൗലിക കടമകൾ, ഗവൺമെന്റിന്റെ ഘടകങ്ങൾ, പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതികൾ, പഞ്ചായത്തി രാജ്, ഭരണഘടനാ സ്ഥാപനങ്ങളും അവയുടെ ചുമതലകളും, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്.
അടുത്തത് കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും. കേരളം സംസ്ഥാന സിവിൽ സർവീസസ്, ഭരണഘടനാ സ്ഥാപനങ്ങൾ, വിവിധ കമ്മീഷനുകൾ, സാമൂഹിക സാമ്പത്തിക വാണിജ്യ ആസൂത്രണ അടിസ്ഥാന വിവരങ്ങൾ, ദുരന്ത നിവാരണ അതോറിറ്റി, തണ്ണീർത്തട സംരക്ഷണം, തൊഴിലും ജോലിയും, ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതികൾ, ഭൂപരിഷ്കരണങ്ങൾ, സ്ത്രീകൾ, കുട്ടികൾ, മുതിർന്ന പൗരന്മാർ എന്നിവരുടെ സംരക്ഷണം, സാമൂഹ്യക്ഷേമം, സാമൂഹിക സുരക്ഷിതത്വം. ബാക്കി നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പോൾ ഇത്രയും ടോപ്പിക്കുകളാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഓഗസ്റ്റ് 4-ാം തീയതിയാണ് പരീക്ഷ വരുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഇതിൻ്റെ PDF ഡൗൺലോഡ് ചെയ്യാൻ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ലിങ്ക് ഡൗൺലോഡ് ചെയ്യാം. PDF ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്ത് പഠിത്തം സ്റ്റാർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.